കെ മുരളീധരൻ വരെ സന്ദീപ് വാര്യർ ഇഫക്റ്റ് സമ്മതിക്കുന്നു. സന്ദീപിൻ്റെ വരവിൽ കോൺഗ്രസിനുള്ളിൽ ഉയർന്ന മുറുമുറുപ്പുകൾ പൂർണ്ണമായും ഇല്ലാതായി. ആദ്യം അതൃപ്തി പറഞ്ഞ കെ മുരളീധരനെ ഒരൊറ്റ പ്രയോഗത്തിലൂടെ സന്ദീപ് വീഴ്ത്തിക്കളഞ്ഞു. മുമ്പ് പറഞ്ഞതെല്ലാം മുൻകാല പ്രാബല്യത്തോടെ സന്ദീപ് റദ്ദു ചെയ്തിരിക്കുന്നതിനാൽ പഴയ പോസ്റ്റുകൾ മേലാൽ കുത്തിപ്പൊക്കാൻ പാടുള്ളതല്ല. രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാലേക്കുട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധി കെ മുരളീധരനുണ്ട്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു. മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല വെടികൊണ്ടപ്പം മരിച്ചാന്ന് മുമ്പ് പറഞ്ഞിട്ട്. കെ മുരളീധരൻ അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. കെ മുരളീധരന് മാത്രമേ അത് കോൺഗ്രസിൽ ബോധ്യപ്പെടാതിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ TV കണ്ടിട്ട് അറിയാം. അപ്പോൾ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. മുരളി എല്ലാമാണ്. ഈ പാർട്ടിയുടെ അകത്ത് ഞങ്ങളെ പോലെ തന്നെയാണ് മുരളീധരൻ. ഞങ്ങൾ തുല്യ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ. മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. അല്ല, സ്വാഭാവികമായിട്ടും ശ്രീ കെ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വമാണ്. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ആന, കടൽ, മോഹൻലാൽ, ഈ മൂന്ന് കാര്യങ്ങളും മലയാളികൾ എത്ര കണ്ടാലും മടുക്കില്ല എന്നാണ് പറയാറുള്ളത്. നാലാമതൊന്നും ഒരാൾ കൂടിയുണ്ട്. ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ. എത്ര കണ്ടാലും മലയാളികൾ മടുക്കാത്ത 4 മുഖങ്ങളാണ്, 4 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്. ക്ഷമിക്കണം സാർ, DAG അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. കെ കരുണാകരൻ, ലീഡർ കെ കരുണാകരൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കരുണാകരൻ്റെ, ലീഡർ കെ കരുണാകരൻ്റെ അനുഗ്രഹം കൂടിയായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? അതൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതിർപ്പുമില്ല അദ്ദേഹത്തിന് എന്നോട് വാത്സല്യമാണ്, സ്നേഹമാണ്. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ടാണല്ലോ സംസാരിച്ചത് മാധ്യമങ്ങളോട്. പിന്നെ എന്താ, അദ്ദേഹത്തിന് ഞാനുമായിട്ട് എന്നോട് യാതൊരു തരത്തിലുള്ള വിഷമവും നീരസമോ ഇല്ല. അനുഗ്രഹം ഉണ്ടാവണം. എന്താ ഇത്? നീ എനിക്ക് പിറക്കാതെ പോയ മോനാണടാ. പക്ഷേ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചു.